നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണടച്ച് ഒരു നിമിഷം സ്വയം ചോദിച്ചിട്ടുണ്ടോ, എത്ര നാളായി നിങ്ങൾ ഒരേ സ്വപ്നം കാണുന്നു? എത്രയോ തവണ നാളെ മുതൽ എന്ന് സ്വയം പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്നു. ആ നാളെ എത്രയോ തവണ വന്നുപോയി. എന്നിട്ടും നമ്മൾ മാറ്റിവെച്ച ആ കാര്യങ്ങൾ, നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ച ആ യാത്രകൾ, പഠിക്കാൻ കൊതിച്ച ആ പാഠങ്ങൾ എല്ലാം ഇപ്പോഴും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. ഇന്ന് ഞാൻ അത് ചെയ്യും, ഇന്ന് ഞാൻ ഇത് തുടങ്ങും. പക്ഷെ പകൽ രാത്രിക്ക് വഴിമാറുമ്പോൾ ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സുമായി നമ്മൾ വീണ്ടും കിടക്കയിലേക്ക് വീഴും. അപ്പോഴും മനസ്സിലൊരു കുറ്റബോധം ബാക്കിയുണ്ടാവും. ഇന്നും ഒന്നും നടന്നില്ലല്ലോ, സാരമില്ല, നാളെ ഉറപ്പായും തുടങ്ങും. സുഹൃത്തേ, ഈ നാളെ എന്നത് ഒരു മാന്ത്രിക വാക്കാണ്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതായി തോന്നും. പക്ഷെ സത്യത്തിൽ അത് നമ്മുടെ സ്വപ്നങ്ങളെ പതിയെ പതിയെ കാർന്നു തിന്നുന്ന ഒരു ചിതലാണ്. ഭാവിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വാഗ്ദാനം നൽകി നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലയേറിയ സമ്മാനത്തെ അത് തട്ടിയെടുക്കുന്നു. ആ സമ്മാനത്തിൻ്റെ പേരാണ് ഇന്ന്, ഈ നിമിഷം. ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഓരോ നിമിഷവും മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒഴുകിപ്പോയ വെള്ളം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നാളെ ഒഴുകിയെത്താൻ പോകുന്ന വെള്ളത്തെക്കുറിച്ച് നമുക്ക് ഒരു ഉറപ്പുമില്ല. നമുക്ക് നീന്തി തുടിക്കാൻ, ദാഹം മാറ്റാൻ, നമ്മുടെ വഴികൾ വെട്ടിത്തുറക്കാൻ ആകെയുള്ളത് ഇപ്പോഴൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം മാത്രമാണ്, ഈ നിമിഷം മാത്രം. എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? ഒരുപക്ഷെ അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സമയം വരുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ എല്ലാം തികഞ്ഞ ഒരു തുടക്കത്തിനായി നമ്മൾ കാത്തിരിക്കുകയാവാം. ഏറ്റവും നല്ല ജിം, ഏറ്റവും നല്ല ഷൂസ്, ഏറ്റവും നല്ല മാനസികാവസ്ഥ, ഏറ്റവും നല്ല അവസരം. ഈ ഏറ്റവും നല്ല എന്നതിനായുള്ള കാത്തിരിപ്പിൽ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. ഒരു തുടക്കത്തിനും പൂർണ്ണതയുണ്ടാവില്ല. ഏതൊരു മഹത്തായ യാത്രയും തുടങ്ങുന്നത് അപൂർണമായ ഒരു ആദ്യ ചുവടിൽ നിന്നാണ്. ഒരു കഥ പറയാം. രാഹുൽ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതിമനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരൻ. അവൻ്റെ മുറി നിറയെ ക്യാൻവാസുകളും വർണ്ണങ്ങളുമായിരുന്നു. പക്ഷെ ആ ക്യാൻവാസുകളെല്ലാം തൂവള്ള നിറത്തിലായിരുന്നു. അവൻ്റെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, പക്ഷേ എനിക്കൊരു പ്രചോദനം വേണം. എല്ലാം ഒത്തുവരുന്നൊരു ദിവസം ഞാൻ വരച്ചു തുടങ്ങും. ലോകം കാണാൻ പോകുന്ന ഏറ്റവും മികച്ച ചിത്രം. അവൻ ആ ദിവസത്തിനായി കാത്തിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഇതിനിടയിൽ അവനൊരു ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അവൻ ആ മുറിയിലേക്ക് കയറാതായി. പൊടിപിടിച്ച ക്യാൻവാസുകളും ഉണങ്ങിത്തുടങ്ങിയ വർണ്ണങ്ങളും അവനെ നോക്കി പരിഹസിക്കുന്നതായി അവന് തോന്നി. ഒരു ദിവസം തൻ്റെ മകനൊരു ചെറിയ ഡ്രോയിങ് ബുക്കിൽ എന്തൊക്കെയോ കുത്തിവരച്ച സന്തോഷിക്കുന്നത് അവൻ കണ്ടു. ആ വരകൾക്ക് ഭംഗിയുണ്ടായിരുന്നില്ല, കൃത്യതയുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. ആ നിമിഷം രാഹുലിനൊരു തിരിച്ചറിവുണ്ടായി. താൻ കാത്തിരുന്നത് പൂർണ്ണതയ്ക്കായിരുന്നു. പക്ഷെ ഈ കുട്ടി ആസ്വദിക്കുന്നത് ആ പ്രവൃത്തിയാണ്. പൂർണ്ണതയിലല്ല, ആ പ്രവൃത്തിയിലാണ് സന്തോഷമെന്നവൻ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി അവൻ ആ പഴയ മുറി തുറന്നു. പൊടിപിടിച്ച ക്യാൻവാസ് എടുത്ത് കയ്യിൽ കിട്ടിയ വർണ്ണങ്ങൾ കൊണ്ട് അവൻ വരച്ചു തുടങ്ങി. അത് ലോകത്തിലെ ഏറ്റവും മികച്ച ചിത്രമൊന്നും ആയിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാൻവാസിൽ നിറങ്ങൾ ചാരിച്ചപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു. കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ആ ക്യാൻവാസിലേക്ക് വീണു. ഒന്ന് ഇത്രയും കാലം പാഴാക്കിയതോർത്തുള്ള സങ്കടത്തിൻ്റേതായിരുന്നു. മറ്റൊന്ന് ഒടുവിൽ തുടങ്ങിയല്ലോ എന്ന സന്തോഷത്തിൻ്റേതും. സുഹൃത്തേ, നമ്മുടെയെല്ലാം ഉള്ളിൽ ഒരു രാഹുലുണ്ട്. പൂർണ്ണതയ്ക്കായി കാത്തിരുന്ന് വിലയേറിയ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തുന്നയൊരാൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: പരാജയപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ശ്രമിച്ചു പരാജയപ്പെടുന്നതിൻ്റെ വേദന. കാരണം ശ്രമിച്ചാൽ നമുക്ക് ഒന്നുകിൽ വിജയിക്കാം, അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കാം. എന്നാൽ ശ്രമിച്ചില്ലെങ്കിൽ കാലം കഴിയുമ്പോൾ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നോർത്ത് വേദനിക്കുന്ന കുറ്റബോധം എന്നൊരു ഭാരം മാത്രം നമുക്ക് സ്വന്തമാകും. ആ ഭാരം മറ്റെല്ലാ വേദനകളെക്കാളും വലുതാണ്. ജീവിതം മാറ്റാൻ ഒരു ദിവസം മതിയെങ്കിൽ ആ ദിവസം എന്തുകൊണ്ട് ഇന്നായിക്കൂടാ? ഒരു പുതിയ ശീലം തുടങ്ങാൻ ഒരു നിമിഷം മതിയെങ്കിൽ ആ നിമിഷം എന്തുകൊണ്ട് ഇതായിക്കൂടാ?
നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊരുമിച്ച് ആ യാത്ര തുടങ്ങാം. ആ യാത്രയിലെ ആദ്യത്തെ പടി നാളെ എന്ന വാക്കിനെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് തൽക്കാലത്തേക്ക് മായ്ച്ചു കളയുക എന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ആദ്യ ചുവടുവയ്ക്കാൻ മടിക്കുന്നത്? അതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളുണ്ട്. അതിലൊന്നിനെ നമുക്ക് പൂർണ്ണതയുടെ മായാലോകം എന്ന് വിളിക്കാം. എല്ലാം തികഞ്ഞ ഒരു തുടക്കം നമ്മൾ സ്വപ്നം കാണുന്നു. ഒരു സിനിമയിലെന്ന പോലെ പശ്ചാത്തലത്തിൽ മനോഹരമായ സംഗീതവും അനുകൂലമായ സാഹചര്യങ്ങളും ചുറ്റും നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും. പക്ഷേ ജീവിതം ഒരു സിനിമയല്ല. ഇവിടുത്തെ തുടക്കങ്ങൾ പലപ്പോഴും അലങ്കോലപ്പെട്ടതും നിശബ്ദവും ഏകാന്തവുമാണ്. ഒരു കപ്പൽ യാത്രികനെ സങ്കൽപ്പിക്കുക. അയാൾക്ക് ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് പോകണം. പക്ഷേ അയാൾ യാത്ര തുടങ്ങാൻ ഒരു നിബന്ധന വച്ചു. കടൽ പൂർണ്ണമായും ശാന്തമാകുമ്പോൾ ഞാൻ എൻ്റെ കപ്പലിറക്കും. അയാൾ കാത്തിരുന്നു, ദിവസങ്ങളോളം, മാസങ്ങളോളം. പക്ഷേ കടൽ ഒരിക്കലും പൂർണ്ണമായി ശാന്തമായില്ല. ചെറിയ തിരമാലകൾ, വലിയ ഓളങ്ങൾ, ചിലപ്പോൾ ചെറിയ കാറ്റുകൾ, മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ. കടലിൻ്റെ സ്വഭാവം തന്നെ ചലനമാണ്, അശാന്തിയാണ്. അവസാനം ആ യാത്രക്കാരൻ ആ ദ്വീപിലെത്താതെ തീരത്ത് തന്നെ തൻ്റെ ജീവിതം ഹോമിച്ചു. നമ്മളിൽ പലരും ഈ യാത്രക്കാരനെ പോലെയാണ്. ജീവിതമാകുന്ന കടലിലെ തിരമാലകൾ അടങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. കുറച്ചുകൂടി പണം കയ്യിൽ വരട്ടെ, കുട്ടികളൊന്ന് വലുതാകട്ടെ, ഈ തിരക്കുകളൊക്കെ ഒന്ന് കുറയട്ടെ, മനസ്സൊന്നുകൂടി ശാന്തമാകട്ടെ. ഇങ്ങനെ ഓരോ തിരമാലകൾ അടങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. പക്ഷേ ഒരു തിരയടങ്ങുമ്പോൾ അടുത്തത് വരും. അതാണ് ജീവിതം. യഥാർത്ഥ നാവികൻ കടൽ ശാന്തമാകാൻ കാത്തിരിക്കുന്നവനല്ല, തിരമാലകൾക്കിടയിലൂടെ കപ്പലോടിക്കാൻ പഠിക്കുന്നവനാണ്. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? എനിക്ക് നല്ലൊരു ക്യാമറ വേണം, ഒരു മൈക്ക് വേണം, ലൈറ്റിംഗ് ശരിയാക്കണം, വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം, സംസാരിക്കാൻ നല്ല കഴിവ് വേണം. ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. ഇതെല്ലാം ശരിയാകുന്ന പെർഫെക്റ്റ് ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കും. പക്ഷേ സത്യമെന്താണ്? ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ പല യൂട്യൂബർമാരും തുടങ്ങിയത് കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ മൊബൈൽ ഫോണിലാണ്. അവരുടെ ആദ്യത്തെ വീഡിയോകൾ പലപ്പോഴും വെളിച്ചം കുറവുള്ളതും ശബ്ദം വ്യക്തമല്ലാത്തതും എഡിറ്റിംഗ് മോശമായതുമായിരിക്കാം. പക്ഷേ അവർ തുടങ്ങി. ആ തുടക്കമാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ക്യാമറ മികച്ചതായി, ശബ്ദം വ്യക്തമായി, എഡിറ്റിംഗ് പ്രൊഫഷണലായി. അവർ പൂർണ്ണതയ്ക്കായി കാത്തിരുന്നില്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഈ കാത്തിരിപ്പിന് പിന്നിലെ മറ്റൊരു വില്ലനാണ് വലുപ്പത്തെക്കുറിച്ചുള്ള ഭയം. നമുക്ക് നേടേണ്ട ലക്ഷ്യം ഒരു വലിയ പർവ്വതം പോലെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉയരം കണ്ട് ഭയന്നു പോകും. ഇത്രയും വലിയ മല ഞാൻ എങ്ങനെ കയറും എന്നോർത്ത് നമ്മൾ കയറ്റം തുടങ്ങുന്നതിന് മുൻപേ പിന്മാറും. ഇവിടെയാണ് നമ്മൾ ചിന്താരീതി മാറ്റേണ്ടത്. ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കരുത്. പകരം നിങ്ങളുടെ തൊട്ടുമുന്നിലുള്ള അടുത്ത ചുവടുവെപ്പിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരു പുസ്തകം എഴുതാനാണോ നിങ്ങളുടെ ആഗ്രഹം? 300 പേജുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടരുത്. ഇപ്പോൾ ഒരു പേജ് എഴുതുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുമല്ലെങ്കിൽ ഒരു ഖണ്ഡിക, അതുമല്ലെങ്കിൽ ഒരേ ഒരു വാചകം തന്നെയാവാം. പണ്ട് ഒരിടത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരൊറ്റ വാചകത്തിന് പോലും ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ കഴിയും. വ്യായാമം തുടങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 1 മണിക്കൂർ ജിമ്മിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്ത് മടിക്കരുത്. ഇന്ന് വെറും 10 പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് നടക്കുക. ആ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു സിഗ്നൽ നൽകും. ഞാൻ തയ്യാറാണ്, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ ചെറിയ ചുവടുകൾക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. അത് ജഡത്വത്തെ ഭേദിക്കുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം തള്ളി നീക്കാൻ തുടക്കത്തിൽ വലിയ ബലം പ്രയോഗിക്കണം. പക്ഷെ അത് ചലിച്ചു തുടങ്ങിയാൽ പിന്നെ ചെറിയൊരു തള്ളുമതി മുന്നോട്ട് പോകാൻ. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആക്ഷൻ മോട്ടിവേഷനെ സൃഷ്ടിക്കുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. മോട്ടിവേഷൻ വന്നിട്ട് തുടങ്ങാം എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ സത്യത്തിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങി നോക്കൂ. ആ പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു ഫലം, അല്ലെങ്കിൽ അത് ചെയ്തു എന്ന സംതൃപ്തി
നിങ്ങൾക്ക് അടുത്ത ചുവട് വയ്ക്കാനുള്ള മോട്ടിവേഷൻ നൽകും. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മാറ്റിവെച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതെന്തുമാകാം. ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്, പഴയൊരു സുഹൃത്തിനെ വിളിക്കുന്നത്, നിങ്ങളുടെ അലമാര വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നയിക്കുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഒരു പുസ്തകം വാങ്ങുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആ സുഹൃത്തിൻ്റെ നമ്പർ കണ്ടെത്തുക, അലമാരയിൽ നിന്ന് ഒരൊറ്റ തുണി മടക്കി വയ്ക്കുക. ആ ചെറിയ വിജയം ആഘോഷിക്കുക. കാരണം 1000 മൈൽ ദൂരമുള്ള യാത്രയും ആരംഭിക്കുന്നത് ഒരൊറ്റ ചുവടുവെപ്പിലാണ്. നിങ്ങൾ ആ ചുവട് വെച്ച് കഴിഞ്ഞു. നമ്മൾ ആ ആദ്യ ചുവട് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് മറ്റാരുമല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയമാണ്. നമ്മളൊരു നാടകവേദിയിലെ അഭിനേതാക്കളെ പോലെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഓരോ ചലനവും, ഓരോ വാക്കും, ഓരോ തീരുമാനവും കാണികൾ എങ്ങനെ വിലയിരുത്തുമെന്ന് നമ്മൾ സദാസമയത്തും ചിന്തിക്കുന്നു. ഈ കാണികൾ ആരാണ്? നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, അയൽക്കാർ, എന്തിന് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സോഷ്യൽ മീഡിയയിലെ ആളുകൾ വരെ ആ കാണികളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഉടനെ മനസ്സിൽ ചോദ്യങ്ങൾ വരും. ഇത് പരാജയപ്പെട്ടാൽ നാട്ടുകാരെന്തു പറയും? കൂട്ടുകാർ കളിയാക്കുമോ? വീട്ടുകാർ നിരാശരാകുമോ? നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. ജിമ്മിൽ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ശരീരത്തെ നോക്കി അടക്കം പറയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. സത്യത്തിൽ ഈ ഭയം ഒരു മിഥ്യയാണ്. ഒരു വലിയ തമാശ എന്തെന്നാൽ, നമ്മൾ ആരെക്കുറിച്ചാണോ ഇത്രയധികം വേവലാതിപ്പെടുന്നത്, ആ ആളുകൾ അവരവരുടെ ജീവിതത്തിൻ്റെ നാടകവേദിയിൽ സ്വന്തം കാണികളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോരുത്തരും അവരവരുടെ പ്രകടനത്തിൻ്റെ തിരക്കിലാണ്. മറ്റൊരാളുടെ പ്രകടനത്തെ മണിക്കൂറുകളോളം ഇരുന്ന് വിലയിരുത്താൻ ആർക്കും സമയമില്ല. ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഒരു സുഹൃത്ത് ധരിച്ച വസ്ത്രം ഏതായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ പറഞ്ഞ ഒരു ചെറിയ അബദ്ധം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം ജീവിതമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. നിങ്ങളുടെ ചെറിയ പരാജയങ്ങളോ തുടക്കത്തിലെ പിഴവുകളോ ആരും ഒരു ഡയറിക്കുറിപ്പായി എഴുതി വയ്ക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഒരു നിമിഷം അവരത് ശ്രദ്ധിച്ചേക്കാം, അടുത്ത നിമിഷം അവരത് മറക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഭയം, ആ ഒരു നിമിഷത്തെ ഭയം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ പിന്നോട്ട് വലിക്കും. ഇവിടെയാണ് നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ആർക്കാണ് നൽകേണ്ടത്? നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചൊരു ധാരണയുമില്ലാത്ത, നിങ്ങളുടെ യാത്രയുടെ ആഴം അറിയാത്ത കുറേ കാണികൾക്കോ, അതോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പും അറിയുന്ന നിങ്ങൾക്ക് തന്നെയോ? മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി നിങ്ങളുടെ തനിയായ ശൈലി മാറ്റിവെക്കരുത്. കാരണം കാണികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് കൈയടിച്ചവർ നാളെ കൂക്കി വിളിച്ചേക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ആ ആത്മവിശ്വാസം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഈ ഭയത്തെ മറികടക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതിനെ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരു വലിയ സ്പോട്ട്ലൈറ്റ് നമ്മുടെ മുകളിൽ തന്നെയുണ്ടെന്നും എല്ലാവരും നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുമാണെന്നും. എന്നാൽ സത്യത്തിൽ ഓരോരുത്തരുടെയും മുകളിൽ അവരവരുടെ സ്പോട്ട്ലൈറ്റുകളുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി ഭാരം കുറയും. നിങ്ങൾ സ്വതന്ത്രനാകും. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനാവില്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയാകും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സമയമില്ല എന്ന്. ഇതൊരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന നുണയായിരിക്കും. ഒരു ദിവസം എല്ലാവർക്കും ലഭിക്കുന്നത് ഒരേ 24 മണിക്കൂറാണ്. വിജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും, ധനികനും ദരിദ്രനും എല്ലാവർക്കും ഒരേ അളവിലാണ് സമയം വീതിച്ചു കിട്ടുന്നത്. പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? അത് നമ്മൾ ആ സമയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. നമ്മൾ സമയത്തെ ഒരു ശത്രുവായിട്ടാണ് പലപ്പോഴും കാണുന്നത്. സമയം ഓടിപ്പോകുന്നു, സമയം എന്നെ തോൽപ്പിക്കുന്നു. ഈ ചിന്താഗതി മാറ്റുക.
സമയത്തെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു വഴികാട്ടിയായി സങ്കൽപ്പിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 1440 മിനിറ്റുകളാണ് ലഭിക്കുന്നത്. ഈ മിനിറ്റുകളെ സ്വർണ്ണ നാണയങ്ങളായി കാണുക. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ കയ്യിൽ 1440 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്കത് എന്തു വേണമെങ്കിലും ചെയ്യാം. വെറുതെ TV കണ്ടും സോഷ്യൽ മീഡിയ നോക്കിയും നിങ്ങൾക്ക് ആ നാണയങ്ങൾ പാഴാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കൊരു ചുവട് വയ്ക്കാൻ, പുതിയൊരു കാര്യം പഠിക്കാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ ആ നാണയങ്ങൾ ഉപയോഗിക്കാം. ദിവസാവസാനം ബാക്കി വരുന്ന നാണയങ്ങൾ അപ്രത്യക്ഷമാകും. അത് അടുത്ത ദിവസത്തേക്ക് കരുതി വയ്ക്കാൻ സാധിക്കില്ല. അടുത്ത ദിവസം വീണ്ടും പുതിയ 1440 നാണയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ കാഴ്ചപ്പാടോടെ സമയത്തെ സമീപിച്ചു നോക്കൂ. ഓരോ മിനിറ്റും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ 1 മണിക്കൂർ വെറുതെ കളയുമ്പോൾ നിങ്ങൾ 60 സ്വർണ്ണ നാണയങ്ങളാണ് വലിച്ചെറിയുന്നത്. ആ 60 നാണയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഒരു ദിവസം നിങ്ങൾക്ക് 1440 മിനിറ്റുകളാണ് ലഭിക്കുന്നത്. ഈ മിനിറ്റുകളെ സ്വർണ്ണ നാണയങ്ങളായി കാണുക. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ കയ്യിൽ 1440 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം. വെറുതെ TV കണ്ടും സോഷ്യൽ മീഡിയ നോക്കിയും നിങ്ങൾക്ക് ആ നാണയങ്ങൾ പാഴാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കൊരു ചുവട് വയ്ക്കാൻ, പുതിയൊരു കാര്യം പഠിക്കാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ ആ നാണയങ്ങൾ ഉപയോഗിക്കാം. ദിവസാവസാനം ബാക്കി വരുന്ന നാണയങ്ങൾ അപ്രത്യക്ഷമാകും. അത് അടുത്ത ദിവസത്തേക്ക് കരുതി വയ്ക്കാൻ സാധിക്കില്ല. അടുത്ത ദിവസം വീണ്ടും പുതിയ 1440 നാണയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ കാഴ്ചപ്പാടോടെ സമയത്തെ സമീപിച്ചു നോക്കൂ. ഓരോ മിനിറ്റും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ 1 മണിക്കൂർ വെറുതെ കളയുമ്പോൾ നിങ്ങൾ 60 സ്വർണ്ണ നാണയങ്ങളാണ് വലിച്ചെറിയുന്നത്. ആ 60 നാണയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഒരു പുസ്തകത്തിൻ്റെ ഒരധ്യായം വായിക്കാമായിരുന്നു. ഒരു ചെറിയ വ്യായാമം ചെയ്യാമായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാമായിരുന്നു. നിങ്ങളുടെ ബിസിനസ് ആശയത്തെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു. സമയമില്ല എന്നതല്ല പ്രശ്നം, മുൻഗണനകളില്ല എന്നതാണ് പ്രശ്നം. നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീണാൽ അതെടുക്കാൻ എനിക്ക് സമയമില്ല എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. കാരണം ആ നിമിഷം നിങ്ങളുടെ മുൻഗണന ആ ഫോൺ വീണ്ടെടുക്കുക എന്നതാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണനയാക്കി മാറ്റുക. അപ്പോൾ സമയം താനേ വഴിമാറിത്തരും. അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കുന്ന മണിക്കൂറുകൾ നിങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും. ആ സമയമാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള മൂലധനം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് എഴുതുക. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്നിട്ട് ആ 3 കാര്യങ്ങൾ ചെയ്യാതെ അന്നുറങ്ങില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വാക്ക് കൊടുക്കുക. ആ 3 കാര്യങ്ങൾ പൂർത്തിയാക്കാനായി നിങ്ങളുടെ സമയമാകുന്ന സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിക്കുക. ഈയൊരു ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ സമയത്തിൻ്റെ യജമാനനാകും, അല്ലാതെ അടിമയാകില്ല. നമ്മൾ പൂർണ്ണതയുടെ മായാലോകം ഉപേക്ഷിച്ചു. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭയം മാറ്റിവെച്ചു. സമയത്തെ നമ്മുടെ സുഹൃത്താക്കി. ഇനി നമ്മുടെ യാത്രയിലെ അടുത്ത തടസ്സം വരുന്നു. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പേരാണ് സൗകര്യത്തിൻ്റെ തടവറ, കംഫേർട്ട് സോൺ. നമ്മുടെയെല്ലാം ജീവിതത്തിന് ചുറ്റും നമ്മൾ അറിയാതെ ഒരു മതിൽകെട്ട് പണിതിട്ടുണ്ട്. സുരക്ഷിതവും പരിചിതവുമായ കാര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു കോട്ട. ആ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. അവിടെയെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഒരേ ജോലി, ഒരേ വഴികൾ, ഒരേ തരം ഭക്ഷണം, ഒരേ സുഹൃത്തുക്കൾ. ഈ കോട്ട നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു. പക്ഷേ അതേസമയം അത് നമ്മുടെ വളർച്ചയെ തടയുന്നു. ആ മതിലുകൾക്ക് പുറത്താണ് അവസരങ്ങളുടെ ഒരു പുതിയ ലോകം കാത്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് കാലെടുത്തു വയ്ക്കാൻ നമുക്ക് ഭയമാണ്. കാരണം അവിടെ അനിശ്ചിതത്വമുണ്ട്, പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഒരു സിംഹത്തിൻ്റെ കഥയുണ്ട്. സർക്കസ് കൂടാരത്തിൽ ജനിച്ചു വളർന്ന ഒരു സിംഹം. അതിന്
എന്നും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും, അതിന് കിടക്കാൻ സുരക്ഷിതമായ ഒരു കൂടുണ്ട്, അതിനെ ആരും ഉപദ്രവിക്കില്ല. അതിൻ്റെ ലോകം ആ കൂടും സർക്കസ് റിംഗും മാത്രമായിരുന്നു. ഒരു ദിവസം ആ സർക്കസ് കമ്പനി പൂട്ടി. സിംഹത്തെ അവരൊരു വലിയ വനത്തിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു. ആദ്യം സിംഹം ആകെ ഭയന്നുപോയി. വിശാലമായ ആ വനം അതിന് അപരിചിതമായിരുന്നു. എവിടെ നിന്നാണ് ഭക്ഷണം കണ്ടെത്തേണ്ടതെന്നോ എവിടെയാണ് സുരക്ഷിതമായി ഉറങ്ങേണ്ടതെന്നോ അതിനറിയില്ലായിരുന്നു. ദിവസങ്ങളോളം അത് പട്ടിണി കിടന്നു, ഭയന്ന് വിറച്ചു. അതിൻ്റെ സർക്കസ് കൂടാരത്തിലെ സുഖപ്രദമായ ജീവിതം അതൊരുപാട് ആഗ്രഹിച്ചു. പക്ഷെ പതിയെ പതിയെ വിശപ്പ് അതിനെ വേട്ടയാടാൻ പഠിപ്പിച്ചു. അപകടങ്ങൾ അതിനെ ഒളിച്ചിരിക്കാൻ പഠിപ്പിച്ചു. മഴയും വെയിലും കൊണ്ട് അതിൻ്റെ ശരീരം കൂടുതൽ ശക്തമായി. അതിൻ്റെ അലർച്ചയ്ക്ക് കാടിൻ്റെ ഗാംഭീര്യം കൈവന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സർക്കസ് സിംഹം കാടിൻ്റെ രാജാവായി മാറി. അതിൻ്റെ യഥാർത്ഥ കഴിവുകൾ അത് തിരിച്ചറിഞ്ഞത് അതിൻ്റെ സൗകര്യത്തിൻ്റെ തടവറ ഭേദിച്ചു പുറത്തു വന്നപ്പോൾ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെയൊരു സിംഹമുണ്ട്. നമ്മുടെ കഴിവുകളുടെ, നമ്മുടെ സാധ്യതകളുടെ ഒരു വലിയ ലോകം നമുക്കുള്ളിലുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ചെറിയ കൂടുകളിൽ, നമ്മുടെ കംഫേർട്ട് സോണുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവിടെ റിസ്ക് ഇല്ല. പക്ഷെ ഓർക്കുക, റിസ്ക് ഇല്ലാത്ത ജീവിതം എന്നാൽ വളർച്ചയില്ലാത്ത ജീവിതം എന്നുകൂടി അർത്ഥമുണ്ട്. നിങ്ങളുടെ കംഫേർട്ട് സോൺ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കൊരു വെല്ലുവിളിയും നൽകാത്ത നിങ്ങളുടെ ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക അധ്വാനം ആവശ്യമില്ലാത്ത നിങ്ങളുടെ ജീവിതശൈലിയാകാം, അല്ലെങ്കിൽ പുതിയതൊന്നും പഠിക്കാതെ പഴയ അറിവുകളിൽ മാത്രം ജീവിക്കുന്ന നിങ്ങളുടെ ശീലമാകാം. ഈ തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ വലിയ ചാട്ടങ്ങൾ ചാടണമെന്നില്ല, ചെറിയ ചുവടുകൾ മതി. നിങ്ങൾ എന്നും ഒരേ വഴിയിലൂടെയാണ് ഓഫീസിൽ പോകുന്നതെങ്കിൽ നാളെ പുതിയൊരു വഴി പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ എന്നും ഒരേ തരം സിനിമകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ഭാഷയിലുള്ള സിനിമ കണ്ടു നോക്കൂ. നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരു സഹപ്രവർത്തകനോട് നാളെ കുറച്ചുനേരം സംസാരിച്ചു നോക്കൂ. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ പാതകൾ തുറക്കും. അത് നിങ്ങളെ മാറ്റങ്ങൾക്ക് തയ്യാറെടുപ്പിക്കും. ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോഴും നിങ്ങളുടെ ആ കോട്ടയുടെ അതിർത്തി കുറച്ചുകൂടി വലുതാകും. നിങ്ങളുടെ ലോകം കുറച്ചുകൂടി വിശാലമാകും. മാറ്റം എന്നത് വേദനാജനകമായി തോന്നാം, പക്ഷേ ഒരേ സ്ഥലത്ത് മാറ്റമില്ലാതെ നിൽക്കുന്നതിൻ്റെ വേദന കാലം കഴിയുമ്പോൾ അതിനേക്കാൾ ഭീകരമായിരിക്കും. ഒരു വിത്ത് ഭൂമിക്കടിയിൽ സുരക്ഷിതമായിരിക്കുന്നു, പക്ഷെ അതിന് ഒരു ചെടിയായി, ഒരു മരമായി മാറണമെങ്കിൽ അതിൻ്റെ തോട് പൊട്ടിച്ചു പുറത്തു വരണം. ആ പുറത്തുവരൽ വേദനാജനകമാണ്. പക്ഷെ ആ വേദന സഹിച്ചാൽ മാത്രമേ അതിന് ആകാശം കാണാനും സൂര്യരശ്മി ഏൽക്കാനും ഫലങ്ങൾ നൽകാനും കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ വിത്തിനെ ഇനിയും ആ ഇരുട്ടിൽ ഒളിപ്പിച്ചു വെക്കരുത്. അതിൻ്റെ തോട് പൊട്ടിച്ചു പുറത്തു വരാൻ അതിനെ അനുവദിക്കുക. ഇന്നാണ് അതിനുള്ള സമയം. ഈ യാത്രയിൽ നിങ്ങൾക്ക് സ്ഥിരത ആവശ്യമാണ്. ഒരു ദിവസം പ്രചോദിതനായി ജിമ്മിൽ പോകുകയും അടുത്ത ഒരാഴ്ച മടി പിടിച്ചു വീട്ടിലിരിക്കുകയും ചെയ്താൽ ഒരു ഫലവും ഉണ്ടാകില്ല. ചെറിയ ചുവടുകളാണെങ്കിലും അത് എല്ലാ ദിവസവും ആവർത്തിക്കുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ദിവസവും ഒരു തുള്ളി വെള്ളം വീണ് പാറയിൽ പോലും വിള്ളലുണ്ടാകും. അതുപോലെയാണ് സ്ഥിരതയുടെ ശക്തി. സ്ഥിരത നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുന്നതിനു പകരം ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയെ സ്നേഹിക്കുക എന്നതാണ്. fall in love with the process. ശരീരഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തേക്കാൾ വ്യായാമം ചെയ്യുന്നതിലെ സന്തോഷം കണ്ടെത്തുക. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നതിനേക്കാൾ ഓരോ ദിവസവും എഴുതുന്നതിലെ ആനന്ദം കണ്ടെത്തുക. ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഫലം വൈകുമ്പോൾ നമ്മൾ നിരാശരാകും. പക്ഷേ നമ്മൾ പ്രക്രിയയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ടാകും. ഓരോ ദിവസവും നമ്മളൊരു വിജയിയാകും. ഇന്ന് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുക. ആ മാറ്റത്തിനു വേണ്ടിയുള്ള യാത്രയിലെ ഓരോ ചുവടും ആസ്വദിക്കാൻ തയ്യാറാകുക. ആ യാത്രയിലെ ബുദ്ധിമുട്ടുകളെ, വെല്ലുവിളികളെ നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി കാണുക. കാരണം
ആത്യന്തികമായി ജീവിതമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്ര മനോഹരമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇപ്പോൾ നമ്മൾ ഒരു യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നിമിഷം വരെ നമ്മൾ സംസാരിച്ചത് മാറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെയും പുറമേയുമുള്ള മതിലുകളെക്കുറിച്ചാണ്. നാളെ എന്ന മാന്ത്രിക വാക്ക്, പരാജയഭീതി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, സമയമില്ലെന്ന ഒഴികഴിവ്, സൗകര്യത്തിൻ്റെ തടവറ, ഈ മതിലുകളെല്ലാം നാം തന്നെ പണിതുയർത്തിയതാണ്. അതുകൊണ്ടുതന്നെ അത് തകർക്കാനുള്ള ശക്തിയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ഏറ്റവും വലിയൊരു ശത്രുവും അതേസമയം ഏറ്റവും വലിയൊരു മിത്രവുമാകാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന 2 പേരെ സങ്കല്പിക്കുക. 2 പേർക്കും ഒരേപോലെയുള്ള ജോലിയും കുടുംബവും ജീവിത സാഹചര്യങ്ങളുമാണ്. പക്ഷേ അതിലൊരാൾ എപ്പോഴും സന്തോഷവാനും ഊർജ്ജസ്വലനുമാണ്. അയാൾ എല്ലാ കാര്യത്തിലും നല്ല വശങ്ങൾ കാണുന്നു, പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ എപ്പോഴും ദുഃഖിതനും പരാതിക്കാരനുമാണ്. അയാൾക്ക് ജീവിതം ഒരു ഭാരമാണ്. എല്ലാത്തിലും അയാൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? അത് അവരുടെ സാഹചര്യങ്ങളിലല്ല, മറിച്ച് അവരുടെ ചിന്താരീതിയിലാണ്. നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. ആ പൂന്തോട്ടത്തിൽ എന്ത് നടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്കവിടെ മനോഹരമായ പൂക്കൾ നടാം. സ്നേഹം, ദയ, പ്രതീക്ഷ, ആത്മവിശ്വാസം തുടങ്ങിയ പൂക്കൾ. അല്ലെങ്കിൽ നമുക്ക് ആ പൂന്തോട്ടം പാഴിച്ചെടികൾക്ക് വിട്ടുകൊടുക്കാം. വെറുപ്പ്, അസൂയ, നിരാശ, ഭയം തുടങ്ങിയ കളകൾ അവിടെ വളർന്നു പന്തലിക്കും. പൂന്തോട്ടം നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മൾ കളകൾ പറിച്ചുമാറ്റി നല്ല ചെടികൾക്ക് വെള്ളവും വളവും നൽകും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കണം. നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെ തിരിച്ചറിഞ്ഞ് അതിനെ പിഴുതുമാറ്റി പോസിറ്റീവ് ചിന്തകളാകുന്ന പൂക്കൾക്ക് സ്ഥാനം നൽകണം. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വാക്കുകളായി മാറും. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പ്രവൃത്തികളായി മാറും. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ശീലങ്ങളായി മാറും. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ സ്വഭാവമായി മാറും. നിങ്ങളുടെ സ്വഭാവത്തെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വിധിയായി മാറും. എല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ വീണ്ടും ഒരു ദിവസം കൂടി എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ ദിവസം, പുതിയ അവസരങ്ങൾ, നന്ദി എന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരൊറ്റ ചിന്തയ്ക്ക് നിങ്ങളുടെ ആ ദിവസം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും. ഒരു പരാജയം സംഭവിക്കുമ്പോൾ എല്ലാം തീർന്നു, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ പരാജയത്തിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ കഴിഞ്ഞു, അടുത്ത തവണ എങ്ങനെ മികച്ചതാക്കാം എന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്ത നിങ്ങളെ തളർത്തുകയല്ല, വളർത്തുകയാണ് ചെയ്യുക. ജീവിതം ഒരു പുസ്തകം പോലെയാണ്. ചില അധ്യായങ്ങൾ ദുഃഖഭരിതമായിരിക്കും, ചിലത് സന്തോഷം നിറഞ്ഞതായിരിക്കും, മറ്റു ചിലത് വിരസമായിരിക്കും. ഒരു അധ്യായം മോശമായതുകൊണ്ട് ആ പുസ്തകം ചീപ്പയാണെന്ന് നമ്മൾ വിധിയെഴുതാറില്ല. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പേജ് മറിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നടന്നത് എന്തുതന്നെയായാലും അതൊരു അധ്യായം മാത്രമാണ്. ആ പുസ്തകം ഇനിയും അവസാനിച്ചിട്ടില്ല. പുതിയൊരു അധ്യായം തുടങ്ങാനുള്ള അവസരം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ അധ്യായത്തിന് എന്ത് പേര് നൽകണം, അതിലെന്ത് കഥ എഴുതണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സുഹൃത്തേ, നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ചു സമയമായി. ഈ നിമിഷം വരെ നിങ്ങൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു മാറ്റത്തിനുള്ള തീപ്പൊരിയുണ്ട് എന്നാണ്. ആ തീപ്പൊരിയെ ആളിക്കത്തിക്കണോ അതോ ഒരു നേരിയ പുകയായി മാഞ്ഞു പോകാൻ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓർക്കുക, ജീവിതം മാറ്റാൻ ഒരു അത്ഭുതം സംഭവിക്കാൻ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ഓരോ ചെറിയ തീരുമാനവുമാണ് അത്ഭുതം. നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചെറിയ ചുവടുമാണ് അത്ഭുതം. ഇന്നു മുതൽ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യവും ഇന്ന് തന്നെ ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഇന്നലെ ഒരു ചരിത്രമാണ്, അത് കഴിഞ്ഞുപോയി. നാളെ ഒരു രഹസ്യമാണ്, അത് വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ഇന്ന്, ഈ നിമിഷം അതൊരു സമ്മാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രസന്റ് എന്ന് വിളിക്കുന്നത്.
ആ സമ്മാനം പാഴാക്കി കളയരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പൊടിതട്ടിയെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വീണ്ടും ഓർത്തെടുക്കുക. പരാജയത്തെ ഭയപ്പെടാതെ, മറ്റുള്ളവരെ പേടിക്കാതെ, സമയത്തെ പഴിയാതെ, നിങ്ങളുടെ സൗകര്യത്തിൻ്റെ കോട്ട ഭേദിച്ചു പുറത്തു വരിക. ഒരു ചെറിയ ചുവട് വയ്ക്കുക. ഇന്ന്, ഇപ്പോൾ. കാരണം ജീവിതം മാറ്റാൻ ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇന്നാണ്, ഈ നിമിഷമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക. ഇതുപോലുള്ള ചിന്തകളും ആശയങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങളാണ്. ആ ശില്പം മനോഹരമാക്കുക. നന്ദി.